പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാക്കാണ് ഇന്ന് കേരളം ശ്രദ്ധിച്ചിരിക്കുന്നത്. എന്താണ്? അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഒരു മതസംഘടന, ഒരു വർഗീയ സംഘടനകളുമായി ഒരു അനുരഞ്ജനം, കോംപ്രമൈസ് ഇല്ല. വർഗീയത വളരാൻ ഇവിടെ സമ്മതിക്കില്ല. ഞാനും പിണറായി വിജയനും ഇല്ലാണ്ടായാലും കേരളം നിലനിൽക്കണം, ഇവിടുത്തെ തലമുറ നിലനിൽക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുത്താണ് പെട്ടെന്ന് ചുമന്ന വെള്ളമുണ്ട്. ഇരട്ടി ആളുകൾ മേലെ ബസ് സ്റ്റാൻഡിൽ, പഴയ ബസ് സ്റ്റാൻഡിൽ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളത്, കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരു ജാഥ നമ്മുടെ വോട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞു. സംഘടിതമായ വോട്ട് കൊള്ള BJP-യുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി ചവിട്ടിത്തെറിപ്പിച്ച് കള്ളവോട്ട് സംഘടിതമായി ചെയ്തു. മുഴക്കുന്ന് പഞ്ചായത്തിൽ ഒരു പ്രത്യേക ടീം വാഹനം പിടിച്ചുകൊണ്ട് നാടാകെ ചുറ്റി കള്ളവോട്ട് ചെയ്യാൻ പോയി. നമ്മുടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ വ്യാപകമായ അക്രമങ്ങൾ നടത്തി. ആ അക്രമങ്ങൾ നടത്തിയൊക്കെ അവർ വലിയ രീതിയിൽ നമ്മൾ തിരിച്ചുപിടിക്കാൻ എല്ലാം ഭൂരിപക്ഷം കിട്ടാൻ പോവാണ്. ഇത് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനുള്ള വലിയ അംഗീകാരമായിരിക്കും. പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളോടൊക്കെ പറഞ്ഞു, കേരളത്തിലെ 4 കോർപ്പറേഷനുകൾ നമ്മൾ പഠിക്കും. നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു. ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്? 60% പഞ്ചായത്തുകൾ നമ്മൾ പിടിക്കും. ജില്ലാ പഞ്ചായത്തുകൾ പകുതിയിലധികം നമ്മൾ പിടിക്കും. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു 60% എന്ന് പറഞ്ഞുകൊണ്ടുകൊണ്ട് ഇത് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മ നിലവിളിച്ച് കഴിയുന്ന എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു രക്തസാക്ഷി അഭിമന്യു, ആ രക്തസാക്ഷിയെ SDPIക്കാർ വധിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന ഒരു കോളിളക്കം നമ്മളൊക്കെ കേട്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രതികരിക്കാൻ കഴിയും. നമ്മളും വിളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൈ, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ചെയ്തുകൊണ്ടാണ് ഞാൻ നമ്മളൊക്കെ കുടുംബസഹായ ഫണ്ട് കൊടുത്തതെങ്കിൽ ഇവരാരും അങ്ങനെയല്ല. പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇടും. മാസാമാസം പ്പോ അതിന്റെ തലവനായി പിടിക്കപ്പെട്ടത് ഈ പിണറായി വിജയന്റെ ഭരണം ഇവിടെ നടക്കുമ്പോ കർണാടകയിലെ പോലീസ് പിടിച്ചത് കേരളത്തിലെ CPM പാർട്ടിയുടെ ത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് എന്ന് ലഹരി മരുന്ന് മാഫിയ അഴിഞ്ഞാടിയ 10 വർഷമാണ് പിണറായി വിജയന്റെ വർഷം. ശബരിമലയിലേക്ക് റോഡുണ്ടാക്കും, ശബരിമലയിലേക്ക് പാലമുണ്ടാക്കും, ശബരിമലയിലേക്ക് വിമാനമിറക്കാൻ വേണ്ടി പോകുന്നു. ഈ പദ്ധതികളൊക്കെയാണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത് എന്നാണ്. പക്ഷേ ശബരിമലയിൽ അവിടുത്തെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ പിണറായി വിജയൻ ആകെ ചെയ്ത ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തകർത്തു എന്ന പച്ച മലയാളത്തിൽ പിണറായി ഇനി ഭരണം നടത്തേണ്ടതില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ സച്ചിദാനന്ദൻ പറഞ്ഞത്. അപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, സച്ചിദാനന്ദൻ നല്ല മനുഷ്യനാണ്, അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞതാണ്. മാറ്റിവെക്കും അല്ലെ, ആൾക്കാർ കുറഞ്ഞു പോയാലോ ഇത് നമ്മൾ ഇടുന്ന കസേരകളും കഴിഞ്ഞ് വീണ്ടും കസേര ഇറക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് സ്ത്രീജനങ്ങളുടെ ഉൾപ്പെടെ പങ്കാളിത്തത്തോടുകൂടി ഒരു പുതുയുഗ യാത്ര തരംഗമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയവും അതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തെ നാശത്തിലേക്ക് നയിച്ച ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ജനക്ഷേമ പ്രവർത്തനങ്ങളെ മുഴുവൻ അട്ടിമറിച്ച, പദ്ധതി വിഹിതം മുഴുവൻ ഇല്ലാതെയാക്കി മാറ്റിയ, അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് പോലും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ്. അവര് പുറത്തുവിട്ട് മാത്രമല്ല, അതിന്റെ ശേഷം അവരെ ഉപയോഗിച്ചു. എന്തിന്? പ്രശ്നത്തിന്. അവരെ മാലയിട്ടു, പ്രശ്നത്തിന് ഉപയോഗിച്ചു. നിങ്ങൾ നോക്ക്, ഇവിടെ മതമല്ല.
ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പോരാട്ടം കരുത്തുറ്റ പോരാട്ടമാക്കി മാറ്റണം. സാമ്പത്തിക ക്രമക്കേട് ഇതുപോലെ നടത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കൂ. എത്ര വർഷമായി? 10 വർഷമായി അദ്ദേഹം ഭരിക്കുകയാണ് ഇവിടെ. എത്ര കോടികൾ കള്ളപ്പണം ഉണ്ടാക്കി അദ്ദേഹം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ സ്വർണ്ണക്കടത്ത് നടത്തിയത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ സ്വർണം കടത്തിയത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ എന്താണ് പറയാ ഭൂരിമണലിന് കരിമണൽ കടത്തിക്കൊണ്ടുപോയത് കോടാനുകോടികളല്ലേ? എവിടെയാ കൊണ്ടുപോയത്? മകന്റെ അക്കൗണ്ടിൽ, മകളെ അക്കൗണ്ടിൽ, മറ്റുള്ളവരുടെ കുടുംബക്കാരുടെ അക്കൗണ്ടിൽ, സ്വന്തം അക്കൗണ്ടിൽ. എവിടെ നോക്കിയാലും പണം കുമിഞ്ഞു കിടക്കുന്നു. പിണറായി വിജയന്റെ ഗോപുരത്തിൽ ഈ പണം മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. ഈ പണം ഉണ്ടാക്കുന്ന പിണറായി വിജയൻ ഈ നാടോട് ഒന്നും ഒരു ഗുണവുമില്ല. മാത്രമല്ല സ്വന്തം പാർട്ടിയെ വെട്ടിക്കൊന്നു. ആ വെട്ടിക്കൊന്നവന്റെ പേരിൽ ഫണ്ടുണ്ടാക്കി. ആ ഫണ്ട് പോലും ആ കുടുംബത്തിന് കൊടുക്കാതെ ആ കുടുംബത്തോട് കാണിച്ച നീതികള് നിങ്ങളുടെ നാട്ടിലില്ലേ? ഇവിടെ ഇല്ലേ ഒരു കേസ്? ആരാണ് അദ്ദേഹത്തെ കൊന്നത്? ആരാണ് കൊല്ലിച്ചത്? എന്താ കൊല്ലാനുണ്ടായ കാരണം? ആരാണ് അതിന് ഉത്തരവാദി? ഒരു ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനില്ല, ഇടതുപക്ഷ സർക്കാരിനില്ല എന്നതാണ് സത്യം. എന്ന് പറയുമ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലജ്ജിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് കുഞ്ഞികൃഷ്ണൻ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? എത്ര മനോഹരമായിട്ട് ആ സഖാബ്, ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാബ് പറഞ്ഞത് നേരെ പത്രക്കാരോട്. CPM-ന്റെ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. അദ്ദേഹം പോയില്ലല്ലോ, മടങ്ങിപ്പോയില്ലല്ലോ. അദ്ദേഹം സത്യസന്ധമായ വസ്തുത പറഞ്ഞില്ലേ? ആ പറഞ്ഞതിനെ തിരുത്താൻ, ആ പറഞ്ഞവരെ നിഷേധിക്കാൻ നട്ടല്ലുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ? നട്ടല്ലുണ്ടോ പിണറായി? ഉണ്ടെങ്കിൽ പറയും. ഈ നാട്ടിലെ ജനങ്ങൾ, സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ, സ്വന്തം പാർട്ടി സഖാക്കൾ, ആ സഖാക്കൾ പറയുന്നത് പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ നാട് മുടിയാണ്, ഈ നാട് നശിപ്പിക്കുകയാണ്, ഈ നാട് കാളൻ രാഷ്ട്രമാക്കി സംസ്ഥാനമാക്കി മാറ്റുകയാണ്. പിണറായി വിജയന്റെ തെറ്റായ നടപടികൾ ഈ നാടിന് വേണ്ട. ഈ നാടിൽ ഇടതുപക്ഷത്തിന്റെ വികസനം വേണ്ട. ഈ നാടിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം വേണ്ട എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റ ശ്വാസത്തിൽ പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ പിണറായി നട്ടലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം, മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം, അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുകയാണ്. जीवन में की बोल रहे बाबा വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെടുത്ത് അറബിക്കടലകൾ ഇരമ്പി വന്നാലും എടുത്ത നിലപാടുകളിൽ മാറ്റമില്ലെന്ന്